നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡേഴ്സ് 20 ഗവൺമെന്റ് ഗ്രാന്റ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണെങ്കിലും ഇൻട്രൊഡക്ഷൻ നോക്കാം. ഗവൺമെന്റ് ഗ്രാൻഡും ഗവൺമെന്റ് അസിസ്റ്റൻസും ഇങ്ങനെ രണ്ട് ടേംസ് ഉണ്ട്. ഒന്നെന്താണ് ഗവൺമെന്റ് ഗ്രാൻഡ്, രണ്ടാമത്തെ എന്താണ് ഗവൺമെന്റ് അസിസ്റ്റൻസ്. രണ്ടും തമ്മിൽ ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഗവൺമെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ക്വാണ്ടിഫയബിൾ അല്ല. അതായത് ഇൻ റുപ്പീസിൽ എമൗണ്ടിലൊന്നും അല്ല ഗവൺമെന്റ് ഒരു സപ്പോർട്ട് തരുന്നത്. വേറെ എന്തെങ്കിലും തരത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുവാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് ഇതെന്ന് പറയുന്നത് ഗവൺമെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് അസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഗവൺമെന്റ് നമുക്ക് ചെയ്തു, ഓക്കെ, പക്ഷെ നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കത് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഈസ് നോട്ട് ക്വാണ്ടിഫയബിൾ ആൻഡ് നോട്ട് അക്കൗണ്ടഡ്, ബട്ട് ഇറ്റ് ഈസ് ഓൺലി ഡിസ്ക്ലോസ്ഡ്. എന്നാൽ ഗവൺമെന്റ് ഗ്രാൻഡോ, ഗവൺമെന്റ് ഗ്രാൻഡ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഗവൺമെന്റ് ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ എ ഗവൺമെന്റ് ഗ്രാൻഡ് ഈസ് റെക്കോർഡഡ് വെൻ there is reasonable assurance that conditions attached will be fulfilled and grant will be received. അതായത് ഒരു കണ്ടീഷനും അറ്റാച്ച്ഡ് അല്ല എങ്കിൽ നമുക്ക് ഇതൊന്നും നോക്കണ്ട, ചുമ്മാ ഒരു ഗവൺമെന്റ് ഗ്രാൻഡ് തന്നു, കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി അത് റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്നാമത്തെ എന്താ, കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ഫുൾഫിൽ ചെയ്യുമെന്ന് നമുക്ക് റീസണബിൾ അഷുറൻസ് ഉണ്ടായിരിക്കും. The entity should have reasonable assurance that the conditions attached will be fulfilled and the grant will be received. ഇത് ഫുൾഫിൽ ചെയ്യും, ഗ്രാൻഡ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് എന്തുണ്ടായിരിക്കണം, റീസണബിൾ അഷുറൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റ് ഗ്രാൻഡ് ഞാൻ റെക്കഗ്നൈസ് ചെയ്യാവുള്ളൂ. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്യാവുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. P&L കാണിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അക്കൗണ്ട് ചെയ്യാം എനിക്ക് ഗ്രാൻഡ്, എവിടെ അക്കൗണ്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണെങ്കിലും എന്റെ ബുക്കിൽ എനിക്ക് ഗ്രാൻഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് there is reasonable assurance that conditions attached to the grant will be fulfilled and that the grant will be received. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ, ഇനി നോ നീഡ് ടു വെയിറ്റ് ഫോർ ആക്ച്വൽ റെസിപ്റ്റ് ഓർ ആക്ച്വൽ കംപ്ലൈൻസ് ഓഫ് കണ്ടീഷൻ. ആക്ച്വലി ഞാൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ഡേറ്റിന് വേണ്ടിയോ ആക്ച്വലി ആ ഗ്രാൻഡ് കിട്ടാൻ വേണ്ടിയോ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, റീസണബിൾ അഷുറൻസ് എനിക്ക് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാം. ഇനി എനിക്ക് റീസണബിൾ അഷുറൻസ് ഇല്ല എന്ന് വിചാരിക്കുക. ഈവൻ ഇഫ് ദർ ഇസ് നോ റീസണബിൾ അഷുറൻസ് ദാറ്റ് ഗ്രാൻഡ് വിൽ ബി റിസീവ്, ഗ്രാൻഡ് കിട്ടുമെന്ന് എനിക്ക് ഒരു റീസണബിൾ അഷുറൻസും ഇല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാം. എപ്പോഴാണ്, ഫോർ ദ എമൗണ്ട് റിസീവ്ഡ് ആസ് ആൻഡ് വെൻ ദ എമൗണ്ട് ഈസ് റിസീവ്ഡ്. അതായത് എനിക്ക് ആക്ച്വലി എമൗണ്ട് ഇങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ഞാൻ റീസണബിൾ അഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, വേണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഗ്രാൻഡ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാൻഡ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും, P&L കാണിക്കാൻ പറ്റും എന്നുള്ളതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എനിക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും എപ്പോഴാണ്, എനിക്ക് ഗ്രാൻഡ് ആക്ച്വലി കയ്യിലേക്ക് കിട്ടിയാൽ. പക്ഷെ കയ്യിലേക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് അക്കൗണ്ട് ചെയ്യാം. എന്താണ്, റീസണബിൾ അഷുറൻസ് ഉണ്ടെങ്കിൽ ഇഫ് ദ കണ്ടീഷൻസ് അറ്റാച്ച് വിൽ ബി ഫുൾഫിൽഡ് ആൻഡ് ദ ഗ്രാൻഡ് വിൽ ബി റിസീവ്ഡ്. ഓക്കെ, അപ്പം ഇതാണ് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സാധനം. എപ്പോഴാണ് ഞാൻ ഗ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഗ്രാൻഡ് അക്കൗണ്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഇത് കാണിക്കേണ്ടത്, ഈ ഗ്രാൻഡിനെ എന്റെ ഇൻകം ആയിട്ട് കാണിക്കാവോ, എന്റെ ലയബിലിറ്റി ആയിട്ട് കാണിക്കാവോ, എവിടെയാണ് ഞാൻ കാണിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് ആംഗിളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഗ്രാൻഡിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ്സ്, രണ്ട് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം എന്ന് പറയും. ഒന്ന് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ്, രണ്ട് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് അല്ലാത്ത ബാക്കിയെല്ലാം എന്താണ്, ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആണ്. സോ നമ്മൾ ആദ്യം അറിയേണ്ടത് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് എന്താണെന്നാണ്. എന്താണ് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ്? ഗ്രാൻഡ് ഗിവൺ ടു കൺസ്ട്രക്ട് ഓർ അക്വയർ എ സ്പെസിഫൈഡ് അസറ്റ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ, ഈവൻ ആ അസറ്റ് തന്നെയാണ് ഗവൺമെന്റ് ചിലപ്പോൾ നമുക്ക് തരും. ചിലപ്പോൾ പർച്ചേസ് ചെയ്യാനോ അക്വയർ ചെയ്യാനോ പൈസ ആയിട്ട് തരാം, അല്ലെങ്കിൽ ആ അസറ്റ് തന്നെ എനിക്ക് തരാം. ഒരു ലാൻഡ് ഗവൺമെന്റ് എന്റെ പേരിൽ എഴുതി തന്നു. ഇതെല്ലാം എന്താണ്, ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ അക്കൗണ്ട് ചെയ്യാം. രണ്ട് മെത്തേഡിൽ നമുക്ക് അക്കൗണ്ട് ചെയ്യാം. കമ്പനിയുടെ ചോയ്സ് ആണ്. രണ്ട് മെത്തേഡിൽ കമ്പനിക്ക് അക്കൗണ്ട് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് ഗ്രോസ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് നെറ്റ് മെത്തേഡ്. അതായത് ഇവിടെ ഒരു അസറ്റും കാണും ഒരു ഗ്രാൻഡും കാണും അല്ലെ. എനിക്കൊരു പൈസ തരുമായിരിക്കും എന്ന് വിചാരിക്കുക, എനിക്ക് എന്തും കാണും, ഒരു അസറ്റ് ഞാൻ അതുകൊണ്ട് അത് വെച്ചിട്ട് വാങ്ങിക്കും വേണം. ഗവൺമെന്റ് തരുന്ന പൈസ ഒരു ഗ്രാൻഡും ആയിരിക്കും, ഞാൻ വാങ്ങിക്കുന്ന ഒരു അസറ്റും ആയിരിക്കും.
അപ്പോൾ ഗ്രോസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ വാങ്ങിക്കുന്ന അസറ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് എനിക്ക് തരുന്ന, ഞാൻ വാങ്ങിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി, അസറ്റ് ആയിട്ട് തരുമല്ല, ഞാൻ വാങ്ങുന്ന അസറ്റിനെ ഞാൻ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക അറ്റ് ഒറിജിനൽ കോസ്റ്റ്. അസറ്റിന്റെ കോസ്റ്റ് എത്രയാണോ ആ എമൗണ്ടിൽ ഞാൻ അസറ്റിനെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഗ്രാൻഡിനെ ഞാൻ ഇപ്പൊ ഉടനെ പി ആൻഡ് എല്ലിൽ കാണിക്കരുത്. അസറ്റ് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അല്ലെ. ഗ്രാൻഡ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ എന്ന് കാണിക്കരുത്. ഗ്രാൻഡ് കൈൻഡ് ഓഫ് ലൈക്ക് ആൻ ഇൻകം ആണ്, പക്ഷെ ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എൽ എന്ന് കാണിക്കരുത്. ഞാനിപ്പോ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്താണ്, ഡിഫേർഡ് ഗ്രാൻഡ്. ഡിഫേർഡ് ഗ്രാൻഡ് എന്നുള്ള പേരിൽ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ലയബിലിറ്റീനെ അക്കൗണ്ട് ചെയ്യേണ്ടത്, ഈ ലയബിലിറ്റീനെ ഞാൻ പി ആൻഡ് എല്ലിൽ കാണിക്കുക ഓവർ ദ ലൈഫ് ഓഫ് ദ അസറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ഡിപ്രീസിയേഷൻ. എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ഈ ഗ്രാൻഡിനെ ഞാൻ എന്ത് ചെയ്യുക, എന്റെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം അസറ്റിന്റെ ലൈഫ് തീരുമ്പോൾ ഡിപ്രീസിയേഷൻ ചെയ്ത അസറ്റ് തീരും. അപ്പൊ ഗ്രാൻഡ്, ഡിഫേർഡ് ഗ്രാൻഡും സീറോ ആയി പോകും. ഓട്ടോമാറ്റിക്കലി പി ആൻഡ് എൽ ട്രാൻസ്ഫർ ചെയ്ത് സീറോ ആയി. മനസ്സിലായോ? ഓക്കെ. ഇനി നെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും, എന്റെ അസറ്റ് കാണിക്കുന്നത് തന്നെ നെറ്റ് എമൗണ്ടിലായിരിക്കും. അതായത് ഇപ്പൊ 20 ലക്ഷം രൂപയാണ് എനിക്ക് അസറ്റിന് ഇൻകർ ചെയ്തത്, 15 ലക്ഷം രൂപ ഗവൺമെന്റ് എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും, നെറ്റ് എടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ അസറ്റ് കിട്ടി എന്ന് പറഞ്ഞ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഞാൻ 20 ലക്ഷം കാണിക്കും. ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാൻഡ് കാണിക്കത്തില്ല, പകരം ഞാൻ എന്ത് ചെയ്യും, ടു അസറ്റ് എന്ന് എഴുതും. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ്. സോ അസറ്റ് 5 ലക്ഷത്തിലെ കാണിക്കത്തുള്ളൂ ഞാൻ എന്റെ ബുക്കിൽ. അസറ്റ് 5 ലക്ഷത്തിൽ എന്റെ ബുക്കിൽ കാണിച്ചാൽ 5 ലക്ഷത്തിന് ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഗ്രോസ് മെത്തേഡിൽ കാണിക്കുന്നതിലും റെഡ്യൂസ്ഡ് ഡിപ്രീസിയേഷൻ ആയിരിക്കും ഇവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോസ് മെത്തേഡിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് പി ആൻഡിൽ വരും, ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻകം പി ആൻഡിൽ വരും. നെറ്റ് മെത്തേഡിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് മാത്രമേ പി ആൻഡിൽ വരുള്ളൂ, പക്ഷേ റെഡ്യൂസ്ഡ് എമൗണ്ട്, ഇതിന്റെ രണ്ടിനെ നെറ്റ് എമൗണ്ടിനായിരിക്കും എക്സ്പെൻസ് പി ആൻഡിൽ വരും. ഇൻ എഫക്ട് പി ആൻഡിൽ കറക്റ്റ് ആയിട്ട് തന്നെ പൊക്കോളും. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു അസറ്റിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എയ്തർ മോണിറ്ററി ആയിട്ടും ഗ്രാൻഡ് കിട്ടാം, നോൺ മോണിറ്ററി ആയിട്ടും ഗ്രാൻഡ് കിട്ടാം. മോണിറ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ്, നമ്മളായിരിക്കും അസറ്റ് വാങ്ങിക്കുന്നത്, ഗവൺമെന്റ് അതിന് കുറച്ച് ഫണ്ടേ തരത്തുള്ളൂ, അതിനാണ് മോണിറ്ററി എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്തായിരിക്കും തരുന്നത്, ഫണ്ട്, ക്യാഷ് ആയിരിക്കും തരുന്നത്. നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റ് ആയിരിക്കും നമുക്ക് അസറ്റ് തരുന്നത്, നമ്മൾ അതിന് ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഗവൺമെന്റ് നമുക്ക് തരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗവൺമെന്റ് നമുക്ക് ക്യാഷ് തരുന്ന സിനാരിയോ നോക്കാം. എക്സാമ്പിൾ നോക്കുക, നമ്മുടെ അസറ്റിന് 500 രൂപയാവും. ഓക്കെ, ഗവൺമെന്റ് എനിക്ക് എന്ത് തരുവാണ്, 300 രൂപയാണ് ക്യാഷ് ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് തരുന്ന 300 രൂപ എന്ന് പറയുന്നത് എന്താണ്, എന്റെ ഗ്രാൻഡ് ആണ്. ഈ 500 എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആണ്. അപ്പൊ എനിക്ക് രണ്ട് മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റും, ഗ്രോസ് മെത്തേഡും നെറ്റ് മെത്തേഡും. ഗ്രോസ് മെത്തേഡ് നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്യും, അസറ്റ് വാങ്ങിക്കണം അല്ലെ 500 രൂപയ്ക്ക്, വേറെ ആരുടെയോ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കണം. അപ്പൊ പി പി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എത്രയാ, 500 റുപ്പീസ്. ഇനി എന്ത് ചെയ്യും, ഗ്രാൻഡ് എനിക്ക് ഗവൺമെന്റ് തരും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാൻഡ് 300. പി ആൻഡിൽ കാണിക്കത്തില്ല, ഇപ്പൊ ഡിഫേർഡ് ഗ്രാൻഡിൽ കാണിക്കും. ഇനി എന്ത് ചെയ്യും, ഓരോ വർഷവും ഞാൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. പ്ലാന്റിന്റെ ലൈഫ് സേ 10 ഇയർ ആണെന്ന് വിചാരിക്കുക. സോ 500 ഡിവൈഡ് ബൈ 10, 50 റുപ്പീസ് ഡിപ്രീസിയേഷൻ ടു പി പി. ആ ഡിപ്രീസിയേഷനെ ഞാൻ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കും. ഇനി എന്താണ് സംഭവിക്കുന്നത്, ഗ്രാൻഡും ഞാൻ എന്ത് ചെയ്യണം, അതേ റേഷ്യോയിൽ ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് തന്നെ എവിടെ കാണിക്കണം, പി ആൻഡ് എല്ലിൽ കാണിക്കണം. അപ്പൊ ഡിഫേർഡ് ഗ്രാൻഡ് ഡെബിറ്റഡ് ടു പി ആൻഡ്, ഇങ്ങനെയായിരിക്കും അക്കൗണ്ടിലേക്ക് പോകും. കുഴപ്പമില്ലല്ലോ. നെറ്റ് മെത്തേഡ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഈ കോസ്റ്റിൽ നിന്ന് ഈ ഗ്രാൻഡ് അഡ്ജസ്റ്റ് ചെയ്തേക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പി പി ടു ബാങ്ക് എന്ന് പറഞ്ഞ് 500 കാണിക്കും, പക്ഷെ ബാങ്ക് ടു പി പി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, 300 കാണിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി പി പിയുടെ വാല്യൂ എത്രയായി പോകും, 200 ആയി പോകും. ഇനി 200 ആയിരിക്കും ഞാൻ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 200 ഡിവൈഡ് ബൈ 10, 20 ആയിരിക്കും ഞാൻ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി നോക്കിയാൽ പി ആൻഡ് എല്ലിൽ എന്ത് സംഭവിക്കും, ഒരു എക്സ്പെൻസ് വരും 20. ഇവിടെയാണെങ്കിൽ പി ആൻഡിൽ 50യുടെ ഒരു ഇൻകം വരും, 50യുടെ ഒരു എക്സ്പെൻസ് വരും, 30യുടെ ഒരു ഇൻകം വരും. അൾട്ടിമേറ്റ്ലി നോക്കിയാൽ 20യുടെ എക്സ്പെൻസ് ആയിരിക്കും വരും. ഓക്കെ ആണല്ലോ. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും കമ്പനിക്ക് ഓപ്റ്റ് ചെയ്യാം. രണ്ടാമതാണ് നോൺ മോണിറ്ററി ഗ്രാന്റ്, അതായത് ഗവൺമെന്റ് ഡയറക്ട്ലി ആ അസറ്റ് നമുക്ക് തരുക, എയ്തർ ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അറ്റ് എ കൺസെഷണൽ. അപ്പൊ ഞാൻ പറയട്ടെ, 500 രൂപയുടെ ഒരു സാധനം ഗവൺമെന്റ് എനിക്ക് 200 രൂപയ്ക്ക് തന്നാൽ ഗ്രാൻഡിന്റെ വാല്യൂ എത്രയാണ്, 300 രൂപയാണ് അല്ലെ. 500 രൂപയുടെ ഒരു സാധനം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് എനിക്ക് തന്നാൽ 500 ആണ് ഗ്രാൻഡിന്റെ വാല്യൂ. 500 രൂപയുടെ ഒരു സാധനം ഗവൺമെന്റ് എന്റെ 200 രൂപ വാങ്ങിച്ചാൽ 300 ആണ് അവിടുത്തെ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഗ്രോസ് മെത്തേഡിൽ ഞാൻ എന്താണെങ്കിലും എന്റെ അസറ്റ് കാണിക്കണം അല്ലെ. അസറ്റ് എന്തായാലും 500 തന്നെ കാണിക്കണം, ഒറിജിനൽ കോസ്റ്റിൽ തന്നെ കാണിക്കണം. അസറ്റ് അക്കൗണ്ട് ഞാൻ ഡെബിറ്റ് ചെയ്യും, എന്താണ്, 500 രൂപ. എന്റെ കയ്യിൽ നിന്ന് ആകെ പോകുന്ന എത്രയേ ഉള്ളൂ,
200 രൂപയല്ലേ ഉള്ളൂ. ഗവൺമെന്റ് ഞാൻ പേ ചെയ്യേണ്ട പൈസ എന്റെ കയ്യിൽ നിന്ന് പോകണ്ടേ? ആ 200 രൂപ ബാങ്കിൽ നിന്ന് പോകുന്നു. ബാക്കി ഡിഫറൻസ് 300 എന്ത് ചെയ്യുന്നു? ഗ്രാൻഡി കാണിക്കും. ഓക്കെ, എവിടെ കാണിക്കുന്നു? ചുമ്മാ PNL അല്ല, ഡിഫേർഡ് ഗ്രാൻഡി കാണിക്കും. ഇനി എന്റെ കയ്യിൽ ഇപ്പം 500 രൂപ PPE ഡിപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. ഡിഫേർഡ് ഗ്രാൻഡ് 300 ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൂ, ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി നെറ്റ് മെത്തേഡിലാണെങ്കിലോ? നെറ്റ് മെത്തേഡിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ 200 രൂപയാണ് അസറ്റിന് വേണ്ടി കൊടുക്കുന്നത് അല്ലെ. ഞാൻ ഗ്രാൻഡ് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എത്ര രൂപയാണോ അസറ്റിന് വേണ്ടി കൊടുക്കുന്നത്, അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുക, ടു എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. എത്ര രൂപയാണോ എന്റെ കയ്യിൽ നിന്ന് പോകുന്നത് അതിന് മാത്രം അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ലാൻഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ചെയ്യത്തില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ എന്താണേലും സാധാരണ ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഗ്രാൻഡിനെ അക്കൗണ്ട് ചെയ്യാൻ പാടില്ല നെറ്റ് മെത്തേഡിൽ. അതായത് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു സാധനം PNL പോകാൻ പാടില്ല, നമ്മുടെ ലയബിലിറ്റി സൈഡിലും വരാൻ പാടില്ല നെറ്റ് മെത്തേഡിൽ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ സെറ്റ് ഓഫ് ചെയ്ത് നെറ്റ് എമൗണ്ട് എന്ത് ചെയ്യുക? PPE ടു ബാങ്ക് എന്ന് കാണിക്കും. കാരണം വേറെ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. 2 എൻട്രി ഇതേപോലെ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ? അസറ്റ് വാങ്ങിക്കാൻ എന്റെ കയ്യിൽ നിന്ന് 500ഉം ഗ്രാൻഡ് കിട്ടുന്നു എന്നുള്ള രീതിയിലൊന്നും വരുന്നില്ല. എന്റെ കയ്യിൽ ആകെ സംഭവിക്കുന്നത് എന്താ? 200 രൂപ കൊടുത്ത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ അസറ്റ് വാങ്ങിക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പം 200 രൂപയ്ക്ക് ഞാൻ അസറ്റും കാണിക്കും, അത് തന്നെ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇൻ എക്സാം ഫോളോ നെറ്റ് മെത്തേഡ് ഇഫ് ക്വസ്റ്റ്യൻ ഈസ് സൈലന്റ്. ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നെറ്റ് മെത്തേഡ് എക്സാമിന് ഫോളോ ചെയ്യുക. ബട്ട് ഷോ ഇൻ നോട്ട്സ് ദാറ്റ്, പക്ഷേ നോട്ടിൽ നിർബന്ധമായിട്ട് എഴുതണം എന്ത്? ഗ്രോസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി ഫോളോഡ് ഓൾട്ടർനേറ്റീവ്ലി എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് എഴുതണം. നല്ല മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ 2 മെത്തേഡും എഴുതി വെക്കുക. ഓക്കെ, അധികം മാർക്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെഴുതുക? ഈ പറയുന്ന ഗ്രോസ് മെത്തേഡും കൂടി ഫോളോ ചെയ്യാം എന്നെങ്കിലും എഴുതി വെക്കുക. ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ അത് തന്നെ ചെയ്യുക. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, അസറ്റ് ഫ്രീ ആയിട്ടാ ഗവൺമെന്റ് എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ അപ്പൊ നെറ്റ് മെത്തേഡിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? 500 രൂപയുടെ അസറ്റ് ഗവൺമെന്റ് എനിക്ക് ഫ്രീ ആയിട്ടാ തരുന്നത്. അപ്പൊ നെറ്റ് മെത്തേഡിൽ ഞാൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഒന്നും ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല, എന്തേലും ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഇരിപ്പുണ്ടല്ലേ. അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണണം. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ വാല്യൂലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനെ കാണിക്കാൻ പോകുന്നത്. നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 1 രൂപയാകാം, 2 രൂപയാകാം, 0.5 റുപ്യാകാം, എന്ത് വേണമെങ്കിലും ആകാം. ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിനെ കാണിക്കും. അപ്പം ഇപ്പൊ അസറ്റ് ഈസ് റിസീവ്ഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. നെറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇഷ്യൂ ഉള്ളൂ. ഗ്രോസ് മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗ്രാൻഡ് എന്ന് പറഞ്ഞു. അതായത് 500 രൂപയ്ക്ക് അസറ്റും കിട്ടി, 500 രൂപ തന്നെ ഗ്രാൻഡും ഗവൺമെന്റ് തന്നു. ഗ്രോസ് മെത്തേഡ് വിഷയമില്ല, നെറ്റ് മെത്തേഡിലാണ് ഇഷ്യൂ വരുന്നത്. നെറ്റ് മെത്തേഡ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അസറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് നോമിനൽ വാല്യൂ, ക്യാൻ ബി ഫോർ ₹1 ആൻഡ് നോ ഡിപ്രീസിയേഷൻ ഈസ് റിക്വയർഡ്. ഡിപ്രീസിയേഷന്റെ ഒന്നും ആവശ്യമില്ല. അസറ്റ് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക? ഒരു നോമിനൽ വാല്യൂവിൽ കാണിക്കുക. ഡിപ്രീസിയേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 രൂപ കാണിച്ചിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര നിങ്ങൾ എഴുതിയാൽ മതി എക്സാമിന്. നോമിനൽ വാല്യൂവിൽ അസറ്റിനെ കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഗ്രാൻഡ് കിട്ടുന്നത് ഒരു അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള അസറ്റ് ആണ്. അതായത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് റെഡി ഫോർ യൂസ് ആയാലേ നമ്മൾ ഡിപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അല്ലെ. പക്ഷെ നമുക്ക് ഗ്രാൻഡ് കിട്ടി, കൺസ്ട്രക്ഷന്റെ സമയത്ത് തന്നെ ഗ്രാൻഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് ഇമ്മീഡിയറ്റ്ലി ഡിഫേർഡ് ഗ്രാൻഡിൽ കൊണ്ടിടാൻ പറ്റും. ഏത് മെത്തേഡ് ആയിക്കോട്ടെ, നമ്മൾ നെറ്റ് മെത്തേഡ് ആണെങ്കിൽ ഗ്രാൻഡ് കാണിക്കേണ്ട. ഗ്രോസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാൻഡിനെ ഡിഫേർഡ് ഗ്രാൻഡിൽ കൊണ്ടിടാൻ പറ്റും. ഗ്രാൻഡിനെ നമുക്ക് ആദ്യം എവിടെ ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും. ഏത് മെത്തേഡ് ആണെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് റെഡി ഫോർ യൂസ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഗ്രോസ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അപ്പൊ തൊട്ട് വേണം ഈ ഗ്രാൻഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ? അമോർട്ടൈസ് ചെയ്ത് PNL വിടാൻ. കാരണം അപ്പൊ തൊട്ടല്ലേ ഡിപ്രീസിയേഷനും PNL പോയി തുടങ്ങുന്നത്. അസറ്റ് റെഡി ഫോർ യൂസ് ആയി കഴിഞ്ഞതിന് ശേഷമേ ഡിപ്രീസിയേഷൻ PNL പോകത്തുള്ളൂ. സോ അസറ്റ് റെഡി ഫോർ യൂസ് ആയി കഴിയുന്നവരെ നമ്മൾ ഡിഫേർഡ് ഗ്രാൻഡിൽ അതിനെ ഇടുക. അതായത് എനിക്ക് ഗ്രാൻഡ് കിട്ടുന്നത് 1 April 2011 വിചാരിക്കുക. അസറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം മുഴുവൻ അസറ്റ് നീണ്ടു നിന്നു. അപ്പം 1 വർഷം ഞാൻ ഡിഫേർഡ് ഗ്രാൻഡിന് ഒന്നും ചെയ്യാൻ പാടില്ല. ഇനിഷ്യലി റെക്കഗ്നൈസ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാൻഡ് അവിടെ ഇട്ടേക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? അസറ്റ് റെഡി ഫോർ യൂസ് ആയതിനു ശേഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന്റെ കൂടെ വേണം ഗ്രാൻഡിനെ ഞാൻ അമോർട്ടൈസ് ചെയ്ത് വിടാൻ. ഇനി നെറ്റ് മെത്തേഡാ ഫോളോ ചെയ്യുന്നെങ്കിലോ, എന്നാണോ അസറ്റ് റെഡി ഫോർ യൂസ് ആകുന്നത് അന്ന് വേണം ഞാൻ എന്ത് ചെയ്യാനായിട്ട്? അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഗ്രോസ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം കിട്ടുന്ന പൈസ തന്നെ ബാങ്ക് ടു ഡിഫേർഡ് ഗ്രാൻഡ് എന്ന് കാണിക്കും. എന്നിട്ട് അസറ്റ് റെഡി ആകാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? അസറ്റിന്റെ കോസ്റ്റ് അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടും.
ആ കോസ്റ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ഈ ഗ്രാൻഡിനെ റെഡ്യൂസ് ചെയ്യും. ഇഫ് വി ആർ ഫോളോയിങ് നെറ്റ് മെത്തേഡ്. വി ആർ ഫോളോയിങ് ഗ്രോസ് മെത്തേഡ്, നമ്മൾ എന്ത് ചെയ്യും, ഗ്രാൻഡ് അതേപോലെ തന്നെ വയ്ക്കും, അസറ്റ് പുതിയ കോസ്റ്റിൽ വരും, അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ അന്നായിരിക്കും നമ്മൾ ഗ്രാൻഡിനെ അമോർട്ടൈസ് ചെയ്ത് പി ആൻഡ് വിടാൻ പോകും. ഓക്കെ ആണോ? ഗ്രാൻഡിനെ ഇങ്ങനെ പി ആൻഡ് എല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അമോർട്ടൈസേഷൻ എന്നും പറയാറുണ്ട്. അമോർട്ടൈസേഷൻ ഓഫ് ഗ്രാൻഡ് ഒന്നുമില്ല, നമ്മൾ കുറച്ച് എമൗണ്ട് വെച്ചിട്ട് പി ആൻഡ് എല്ലിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? നിങ്ങൾ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകത്തിൽ ഒരു കാര്യം പഠിക്കും. അതായത് എന്താണ്, ഗ്രാൻഡ് അൺകണ്ടീഷണൽ ആണെങ്കിൽ, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് ഗ്രാൻഡ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എല്ലിൽ കാണിക്കാമെന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകത്തിൽ. പക്ഷേ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റില് അങ്ങനെയൊന്നും അല്ല. ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റില് ഗ്രാൻഡ് കണ്ടീഷണൽ ആയിക്കോട്ടെ, അൺകണ്ടീഷണൽ ആയിക്കോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ, എന്താണേലും നമ്മൾ അമോർട്ടൈസ് ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷന്റെ റേഷ്യോയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന പീരീഡിലെ നമ്മൾ അമോർട്ടൈസ് ചെയ്യും. ഇതിന്റെ റെലവൻസ് നിങ്ങൾ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം പഠിച്ചു കഴിയുമ്പോഴേക്കും മനസ്സിലാവും. അവിടെ നമ്മൾ പറയും എന്താണ്, ഗ്രാൻഡ് അൺകണ്ടീഷണൽ ആണ്, അതായത് കണ്ടീഷൻ ഒന്നും അറ്റാച്ച്ഡ് അല്ല എങ്കിൽ ഞാൻ പിന്നെ ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട. കണ്ടീഷൻ ഒന്നും അറ്റാച്ച്ഡ് അല്ലെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് കാണിക്കാം. പക്ഷെ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റിന്റെ കേസിലാണ് എങ്കിൽ കണ്ടീഷൻ അൺകണ്ടീഷണൽ ആണെങ്കിലും എന്റിറ്റിക്ക് ഇമ്മീഡിയറ്റ്ലി ഗ്രാൻഡിനെ പി ആൻഡ് കാണിക്കാൻ പറ്റില്ല. ഗ്രാൻഡിന് ഡിഫേർഡ് ഗ്രാൻഡിനെ കാണിക്കാൻ പറ്റുള്ളൂ. ഡിഫർ ചെയ്ത് ഓവർ ദി ഇയേഴ്സ് പി ആൻഡ് കാണിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? ഇതോ, അതായത് ഇത്രേ ഉള്ളൂ. എനിക്ക് 1 April 2011 ഗ്രാൻഡ് കിട്ടി 100 രൂപ. ഞാൻ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗ്രാൻഡ് എന്ന് എഴുതത്തുള്ളൂ. റീസൺ എന്താണ്, റീസൺ എന്താണ്, അസറ്റ് റെഡി ആയിട്ടില്ല ഇതുവരെ. ലാസ്റ്റ് അസറ്റ് റെഡി ആകുന്നത് 31/3/2012 വിചാരിക്കും. ഓക്കെ, അസറ്റ് റെഡി ആകുമ്പോൾ എനിക്ക് രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യാം. ഗ്രോസ് മെത്തേഡും ഫോളോ ചെയ്യാം, നെറ്റ് മെത്തേഡും ഫോളോ ചെയ്യാം. ഞാൻ ഗ്രോസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അസറ്റിന് എനിക്ക് ഇൻകർ ചെയ്ത കോസ്റ്റുകളെല്ലാം ഞാൻ അസറ്റ് ക്യാപിറ്റലൈസ് ചെയ്യും. ഇന്ത്യ 16 പ്രകാരം ഞാൻ അസറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പൊ അസറ്റിന് ഒരു കോസ്റ്റ് കാണുമല്ലോ. അസറ്റിന്റെ കോസ്റ്റ് 200 ആണെന്ന് വിചാരിക്കും. 200 വേണ്ട, 300 ആണെന്ന് വിചാരിക്കുക അസറ്റിന്റെ കോസ്റ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ഡിഫേർഡ് ഗ്രാൻഡ് ഇപ്പൊ എന്റെ ലയബിലിറ്റി സൈഡിൽ കിടപ്പുണ്ട് അല്ലെ, ഞാൻ ഗ്രോസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഡിഫേർഡ് ഗ്രാൻഡിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട്, അതായത് 10 വെച്ചിട്ട് ഓരോ വർഷം അമോർട്ടൈസ് ചെയ്യും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നോട്ടായിരിക്കും, ഇതിന് ശേഷമുള്ള ഡേറ്റ് തൊട്ട്. ഓക്കെ, പി പിനെ ഞാൻ എന്ത് ചെയ്യും, 300 ഡിവൈഡഡ് ബൈ 10 വെച്ചിട്ട് തന്നെ ഇതിന് ശേഷമുള്ള ഡേറ്റ് തൊട്ട് ഡിപ്രീഷിയേറ്റും ചെയ്യും. ഓക്കെ, അതാണ് ഗ്രോസ് മെത്തേഡ്. നെറ്റ് മെത്തേഡാണ് ഞാൻ എന്ത് ചെയ്യും, ഈ 100 എന്ന് പറയുന്ന കിടക്കുന്ന ഗ്രാൻഡിനെ ഞാൻ ക്ലോസ് ചെയ്ത് ഈ അസറ്റിലേക്ക് വിടും. 100 ആണെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്ന ഗ്രാൻഡിനെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അതായത് ഗ്രാൻഡിനെ ഡെബിറ്റ് ചെയ്യും, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ അസറ്റിന്റെ വാല്യൂ എന്തായി മാറും, 200 ആയിട്ട് മാറും. അപ്പൊ അസറ്റ് നെറ്റ് മെത്തേഡിലായില്ലേ. ഇനി 200 ഡിപ്രീഷിയേഷൻ ചാർജ് ചെയ്താൽ പോരെ. അതാണ് പറഞ്ഞത്. ഓക്കെ, ഇത് നല്ല സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ അറ്റൻഡ് ആയിട്ടിരിക്കുക, മിസ് ചെയ്യരുത്. ഓക്കെ, അടുത്തതാണ് ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം. ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ ജനറൽ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്രാൻഡിനെ ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എല്ലിൽ കാണിക്കത്തില്ല. അസറ്റിന്റെ ലൈഫ് വഴിയേ അത് പി ആൻഡ് എല്ലിൽ പോവുള്ളൂ. അത് ഗ്രോസ് മെത്തേഡിലാണെങ്കിൽ ഡിഫേർഡ് ഗ്രാൻഡ് എന്ന് കാണിച്ചിട്ട് പി ആൻഡ് എല്ലിൽ പോകും. നെറ്റ് മെത്തേഡിലാണെങ്കിൽ അസറ്റിന്റെ കൂടെ അഡ്ജസ്റ്റ് ആയി നെറ്റ് എമൗണ്ട് ഡിപ്രീസിയേഷൻ പി ആൻഡ് എല്ലിൽ പോകും. ഇനി ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആണെങ്കിൽ ഇതിനെ എന്താ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഓൾ ഗ്രാൻഡ്സ് അതർ ദാൻ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ്. ഇൻകം ആകണമെന്നോ എക്സ്പെൻസ് ആകണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് അല്ലാതെ ബാക്കി എല്ലാം ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആണ്. എക്സാമ്പിൾ, ലോൺസ് വെയർ റീപേയ്മെന്റ് ഈസ് വേവ്ഡ് ഓഫ്. ഗവൺമെന്റ് നമുക്ക് കുറച്ച് ലോൺ തന്നു, ഗവൺമെന്റ് എന്നിട്ട് അത് വേവ് ചെയ്തു, നിങ്ങൾ ഇനി തിരിച്ചടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രാൻഡ് ആണ്, ഇൻഡയറക്ട്ലി ഒരു ഗ്രാൻഡ് ആണ്. പക്ഷെ അത് ഗ്രാൻഡ് അസറ്റുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. സോ ഇറ്റ് ഇസ് എ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം. ലംസം ഗ്രാൻഡ് വിത്തൗട്ട് എനി സ്പെസിഫൈഡ് എൻഡ് യൂസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി പർപ്പസ്. ഗവൺമെന്റ് ഒരു ഗ്രാൻഡ് തന്നു, ഓക്കെ, നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിലും അസറ്റ് അല്ലല്ലോ, ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് അല്ലല്ലോ. സോ അതെന്തായിരിക്കും, ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആയിരിക്കും. നമ്മളപ്പം ഈ സെക്ഷനിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് പറയുന്നത് എന്നനുസരിച്ച് വേണം അതിനെ നോക്കാൻ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്, അൺകണ്ടീഷണൽ ഗ്രാൻഡ് ആണോ അത് എന്ന് നമ്മൾ നോക്കണം. കണ്ടീഷൻ ഒന്നുമില്ലാതെ വെറുതെ ഗവൺമെന്റ് തന്ന ഗ്രാൻഡ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫോർ പാസ്റ്റ് ലോസസ് ഓർ കോമ്പൻസേഷൻ. എനിക്ക് പണ്ട് സംഭവിച്ച എന്തെങ്കിലും ലോസിന് പകരമായിട്ട് ഗവൺമെന്റ് തന്ന ഒരു അസിസ്റ്റൻസ്. എനിക്ക് പണ്ട് തൊട്ടേ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക, ഗവൺമെന്റ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പൈസ തന്നു.
അല്ലെങ്കിൽ എനിക്കിപ്പോ ഫ്ലഡ് വന്നു, എന്റെ ബിൽഡിംഗ് മൊത്തം നഷ്ടപ്പെട്ടു, ഗവൺമെന്റ് എനിക്ക് കുറച്ച് പൈസ തന്നു. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷണൽ ആണ് അല്ലെ? അല്ലെങ്കിൽ എന്റെ പാസ്റ്റ് കോമ്പൻസേഷനെ അല്ലെങ്കിൽ പാസ്റ്റ് ലോസിനെ അല്ലെങ്കിൽ എന്റെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ഗ്രാന്റുകളാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇനി ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട, എനിക്കത് ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എല്ലിൽ കാണിക്കും. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഗ്രാന്റ് ഫോർ ഫ്യൂച്ചർ എക്സ്പെൻസസ് ഓർ ബെനിഫിറ്റ്, അതായത് ഗവൺമെന്റ് ചിലപ്പോൾ എന്നോട് പറയാം, ഓക്കെ ഞാൻ ഒരു ഗ്രാന്റ് തരാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? പാവപ്പെട്ടവർക്ക് കുറച്ച് നാള് എന്ത് ചെയ്യണം? റെഡ്യൂസ്ഡ് കോസ്റ്റിൽ നിങ്ങളുടെ ഗുഡ്സ് കൊടുക്കണം. പാവപ്പെട്ടവർക്ക് കുറച്ച് നാള് നിങ്ങളുടെ ഷർട്ട് കമ്പനിയാന്ന് വിചാരിക്കുക, കുറച്ച് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഷർട്ടുകൾ, ക്ലോത്തിങ് കമ്പനി എന്ത് ചെയ്യുക? കുറച്ച് ക്ലോത്ത്സ് പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പേരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾക്ക് അതെല്ലാം എക്സ്പെൻസുകളായിരിക്കും അല്ലെ? എന്ത്? ക്ലോത്ത് കൊടുക്കുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്, പുതിയ വീട് പണിത് കൊടുക്കുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അതുപോലുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കും. ആ എക്സ്പെൻസുകൾ വരും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് നമുക്ക് ഗ്രാന്റ് തരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാന്റ് ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എല്ലിൽ കാണിക്കാൻ പാടില്ല. ഗ്രാന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫേർഡ് ഗ്രാന്റ് ആയിട്ട് കാണിക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിഫേർഡ് ഗ്രാന്റ്. എന്നിട്ട് ഈ കറസ്പോണ്ടിങ് എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ? ആ സമയം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രാന്റിനെ ഡെബിറ്റ് ചെയ്തിട്ട് ഇൻകം പി ആൻഡ് എല്ലിൽ കാണിച്ചു. അതായത് എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? റെക്കഗ്നൈസ് ഇൻ പി ആൻഡ് എൽ ഓവർ ദ പീരീഡ് ഇൻ ദ റേഷ്യോ ഓഫ് എക്സ്പെൻസസ് ഓർ ബെനിഫിറ്റ്. നമ്മുടെ എക്സ്പെൻസ് ഏത് റേഷ്യോയിലാണോ നമ്മൾ ഇൻകർ ചെയ്യുന്നത്, അതേ റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യുക? ഗ്രാന്റിനെ പി ആൻഡ് എല്ലിൽ റെക്കഗ്നൈസ്. ഇത്രേ ഉള്ളൂ. ഗ്രാന്റ് ലിങ്ക്ഡ് ടു ഇൻകം ആണെങ്കിൽ, അൺകണ്ടീഷണൽ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എൽ. കണ്ടീഷണൽ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിഫേർഡ് ഗ്രാന്റിൽ കാണിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളുടെ റേഷ്യോയിൽ ഈ ഗ്രാന്റിനെ പി ആൻഡ് എല്ലിൽ കാണിക്കും. ഗ്രാന്റ് ലിങ്ക്ഡ് ടു അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. എന്തായാലും ഡിഫേർഡ് ഗ്രാന്റിൽ കാണിച്ചേ പറ്റുള്ളൂ. ഡിഫേർഡ് ഗ്രോസ് മെത്തേഡ് ഫോളോ ചെയ്യുന്നെങ്കിൽ എന്തായാലും ഡിഫേർഡ് ഗ്രാന്റിൽ കാണിച്ചേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഡിപ്രീസിയേഷൻ പി ആൻഡ് എല്ലിൽ പോകുന്നതനുസരിച്ച് ഗ്രാന്റും പി ആൻഡ് എല്ലിൽ പോകണം. നെറ്റ് മെത്തേഡ് ആണെങ്കിൽ പി പിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് ഡിപ്രീസിയേഷന് പി ആൻഡ് എല്ലിൽ പോകും. ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ നോൺ മോണിറ്ററി ഗ്രാന്റ് ആണെങ്കിൽ ഗ്രാന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ആയിരിക്കും. നമ്മൾ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ് എമൗണ്ട് ആണ് നമ്മുടെ ഗ്രാന്റ് എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി വരുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വാല്യൂ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു നോമിനൽ വാല്യൂവിൽ ഗ്രാന്റിനെ കാണിക്കും. ഓവറോൾ മൊത്തം ക്ലിയർ ആയോ? ഇനി റേഷ്യോ ഓഫ് അമോർട്ടൈസേഷൻ ഞാൻ ചുമ്മാ ജനറലൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഗ്രാന്റ് ലിങ്ക്ഡ് ടു അസറ്റ് ആണെങ്കിൽ, ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻ ദ റേഷ്യോ ഓഫ് ഡിപ്രീസിയേഷൻ. നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ലൈക്ക് ലാൻഡ് ആണെങ്കിൽ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല, നമ്മുടെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേഷ്യോയിൽ കൊടുക്കാനേ പറയുന്നു. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തരും. ഓക്കെ, കമ്പനി അവരുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് അവർക്ക് റീസണബിൾ ആണെന്ന് തോന്നുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഗ്രാന്റിനെ അമോർട്ടൈസ് ചെയ്യുക. ഓക്കെ ആണോ? ഗ്രാന്റ് ലിങ്ക്ഡ് ടു ഇൻകം ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? ഫ്യൂച്ചർ എക്സ്പെൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? എക്സ്പെൻസിന്റെ അല്ലെങ്കിൽ ബെനിഫിറ്റിന്റെ റേഷ്യോയിൽ. പാസ്റ്റ് ലോസസ് അല്ലെങ്കിൽ അൺകണ്ടീഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എല്ലിൽ കാണിക്കും. ഓക്കെ, അടുത്തത് ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്. ഇത് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോൺ ഗിവൺ ബൈ ഗവൺമെന്റ് അറ്റ് കൺസെഷണൽ റേറ്റ്. ഓഫ് മാർക്കറ്റിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഗവൺമെന്റ് നമുക്ക് കൺസെഷണൽ റേറ്റിൽ ലോൺ തന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ലോണും കാണിക്കും, ബാങ്കിൽ വരുന്ന പൈസയും കാണിക്കും, ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഗ്രാന്റ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഡിഫേർഡ് ഗ്രാന്റ് ആയിട്ട് കാണിക്കും. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞേ? ആ ഡിഫേർഡ് ഗ്രാന്റ് എന്ത് ചെയ്യണം? ഞാൻ ഇൻഡേഴ്സ് 20 പ്രകാരം അക്കൗണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ നോക്കണം ഈ ഡിഫേർഡ് ഗ്രാന്റ്, ഗവൺമെന്റ് എനിക്ക് ഗ്രാന്റ് തന്നത് അല്ലെങ്കിൽ ഈ ലോൺ തന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനാണോ? ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഡിഫേർഡ് ഗ്രാന്റിനെ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ റേഷ്യോയിൽ അമോർട്ടൈസ്. ഗവൺമെന്റ് എനിക്ക് തന്നത് ഈ ഓൾറെഡി ഉള്ള പാസ്റ്റ് ലോസിനാണോ? ആണെങ്കിൽ ഇപ്പോഴേ ഞാൻ പി ആൻഡ് എൽ. ഗവൺമെന്റ് എനിക്ക് തന്നത് എന്തിനാണ്? ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടിയാണോ? ആണെങ്കിൽ എക്സ്പെൻസിന്റെ റേഷ്യോയിൽ ഞാൻ പി ആൻഡ് എൽ. അപ്പം ആദ്യം എന്താണേലും ഗ്രാന്റിന്റെ എമൗണ്ട് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് തന്നെയാ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ലോണിന്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഫെയർ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലോണിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ലോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ടഡ് യൂസിങ് മാർക്കറ്റ് റേറ്റ് ഓഫ് സിമിലർ ലോൺ. എന്നിട്ട് നമ്മുടെ ഗ്രാന്റ് എന്തായിരിക്കും? കിട്ടുന്ന ലോൺ പ്രൊസീഡ്സിൽ നിന്ന് ഫെയർ വാല്യൂ കുറയ്ക്കുന്ന നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഗ്രാന്റ് എന്ന് പറയുന്നത്. ഗ്രാന്റിന് നമ്മൾ അക്കൗണ്ട് ചെയ്യണം ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓർ പർപ്പസ് ഓഫ് ദ ലോൺ. ഇവിടെ ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് ഇറലവന്റ് ആണ്. ലോണിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് ഇറലവന്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അത് നമ്മൾ എങ്ങനെയാ? ലോണിന്റെ പീരീഡിലേക്കാണ് അമോർട്ടൈസ് ചെയ്യുന്നത്. ROI അസറ്റും നമ്മൾ ലോണിന്റെ പീരീഡിലേക്കായിരിക്കും അമോർട്ടൈസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി നമ്മളൊന്നും ചെയ്യത്തില്ല. ഡിവിഡന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഡന്റ് ഇൻകം, അതൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ പറയുന്ന
എന്താണ് ഗവൺമെന്റ് ഗ്രാന്റ് നമ്മൾ എന്താണ് ലോണിന്റെ ടെന്യൂറിലേക്കൊന്നും അല്ല ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഡേഴ്സ് 20 നോക്കിയിട്ട് എന്താണ് സിനാരിയോ എന്ന് നോക്കിയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ബാങ്കിൽ കുറച്ച് പൈസ വരും, അത് ബാങ്കിൽ വന്നോട്ടെ. ഓക്കെ, ടു ലോൺ നമ്മൾ കാണിക്കും, അത് നമ്മൾ ഇൻഡേഴ്സ് 109 പ്രകാരം അക്കൗണ്ട് ചെയ്തോണം ലോൺ. ഇതെല്ലാം കൂടാതെ ഒരു ഗവൺമെന്റ് ഗ്രാന്റ് നമ്മൾ കാണിക്കും, ഡിഫേർഡ് ഗ്രാന്റ്. ഈ ഡിഫേർഡ് ഗ്രാന്റ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻഡേഴ്സ് 20 പ്രകാരം അക്കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്തത് എന്താണ്, റീഫണ്ട് ഓർ റീപേയ്മെന്റ് ഓഫ് ഗ്രാന്റ്. റീഫണ്ട് ഓർ റീപേയ്മെന്റ് ഓഫ് ഗ്രാന്റ്. ഓക്കെ, നമ്മൾ ചിലപ്പോ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് നമ്മളോട് ഗ്രാന്റ് തിരിച്ചു കൊടുക്കാൻ പറയും. ഗവൺമെന്റ് നമ്മളോട് എന്ത് പറയും, ഗ്രാന്റ് തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഗ്രാന്റ് ലിങ്ക്ഡ് ടു അസറ്റ് ആണോ എന്ന് നോക്കുക. അതിനുവേണ്ടി എടുത്ത ഒരു ഗ്രാന്റ് ആണ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അസറ്റ് ചിലപ്പോൾ ഞാൻ ഗ്രോസ് മെത്തേഡിലായിരിക്കും വാല്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് മെത്തേഡിലായിരിക്കും വാല്യൂ ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് നാളിങ്ങനെ വാല്യൂ ചെയ്ത് പോരുന്നത്. ഒരു ലോൺ കിട്ടി, ഗ്രാന്റ് കിട്ടി, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഗവൺമെന്റ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും നാളും ഗ്രോസ് മെത്തേഡിൽ വാല്യൂ ചെയ്യാൻ എനിക്ക്, അല്ലെങ്കിൽ നെറ്റ് മെത്തേഡിൽ വാല്യൂ ചെയ്യും. ഗ്രോസ് മെത്തേഡിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, എന്റെ കയ്യിൽ കുറച്ച് ഡിഫേർഡ് ഗ്രാന്റ് ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ, ഇത്ര നാൾ അമോർട്ടൈസ് ചെയ്ത് കൂടാതെ ബാക്കി ബാലൻസ് ആയിട്ട് ലയബിലിറ്റി ഇരിപ്പുണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യുക, എന്താണെങ്കിലും ഗവൺമെന്റിന് ഗ്രാന്റ് തിരിച്ചു കൊടുക്കുമ്പോൾ പൈസ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകും അല്ലെ. ടു ബാങ്കിൽ ഒരു സംശയമില്ലല്ലോ, ഏത് സിനാരിയോ ആണെങ്കിലും എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകണം. ടു ബാങ്ക് ഇപ്പൊ ഗവൺമെന്റിന് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് 100 രൂപയാണെന്ന് വിചാരിക്കാം. എന്റെ കയ്യിൽ അമോർട്ടൈസ് ചെയ്യാതെ മിച്ചം ഇരിക്കുന്ന ഡിഫേർഡ് ഗ്രാന്റ് ലയബിലിറ്റിയിൽ കിടപ്പുണ്ട് 80 രൂപ. ഞാൻ എന്ത് ചെയ്യണം, ആ ലയബിലിറ്റി ക്ലോസ് ചെയ്യണം. ഡിഫേർഡ് ഗ്രാന്റ് 80 രൂപ. ബാക്കിയുള്ളത് മാത്രമേ ഞാൻ എന്റെ ലോസ് ആയിട്ട് P&L കാണിക്കാവുള്ളൂ. ഇതാണ് ഗ്രാന്റ്. ഗ്രോസ് മെത്തേഡിലാണ് അസറ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റീപേയ്മെന്റിന് ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. ഇനി നെറ്റ് മെത്തേഡിലാണേലോ, നെറ്റ് മെത്തേഡിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ദ റീഫണ്ട് ബൈ ഇൻക്രീസിംഗ് ദ ക്യാരിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ്. നെറ്റ് മെത്തേഡ് ആണെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ എന്റെ അസറ്റിനെ റെഡ്യൂസ് ചെയ്തു. ഓൾറെഡി ഗ്രാന്റിന്റെ എമൗണ്ട് എത്രയാണോ അത്രയും ഞാൻ അസറ്റിനെ റെഡ്യൂസ് ചെയ്തു. അത് ഞാനിപ്പോൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഗ്രാന്റ് റീഫണ്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ അതിനെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ദ റീഫണ്ട് ബൈ ഇൻക്രീസിംഗ് ക്യാരിങ് എമൗണ്ട് ഓഫ് ദ അസറ്റ്. ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അസറ്റിന്റെ ക്യാരിങ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഞാൻ എഴുതേണ്ടി വരും. ഞാൻ നേരത്തെ എന്താണ് എഴുതിയത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് എന്നാണ് എഴുതിയത് അല്ലെ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് എന്നാണ് എഴുതിയത്. ഇപ്പൊ ഞാൻ എന്ത് എഴുതേണ്ടി വരും, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോ ഒരു പ്രശ്നം വരും, എന്താണ്, ക്യുമുലേറ്റീവ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ദാറ്റ് വുഡ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഇൻ P&L ടു ഡേറ്റ്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ക്യുമുലേറ്റീവ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ദാറ്റ് വുഡ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ്. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം, അസറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 300 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം അല്ലെ. അസറ്റ് എത്രയായിരുന്നു, 500 അല്ലായിരുന്നു. അസറ്റ് 500ഉം ഗ്രാന്റ് 300 ആയിരുന്നു അല്ലെ. അസറ്റ് 500ഉം ഗ്രാന്റ് 300ഉം ആണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് 500 എന്ന് എഴുതും. ഇയർ 1 കാര്യമാണ് പറയുന്നത്. ഇയർ 1 തന്നെ ഞാൻ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗ്രാന്റ് 300 എന്നും പറഞ്ഞു എഴുതും. ഒരു വർഷം കഴിഞ്ഞു പോയെന്ന് വിചാരിക്കാം. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ, ഇയർ 1 എൻഡ് ആയി. ഓക്കെ, ഇയർ 0 ഇയർ 1 എൻഡ് ആയി. ഇയർ 1 എൻഡ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇയർ 1 എൻഡ് ആകുമ്പോൾ എന്റെ ഗ്രാന്റ് 30 രൂപ റെഡ്യൂസ് ആകണം അല്ലെ. അസറ്റ് എത്രയാകണം, 50 രൂപ റെഡ്യൂസ് ആകണം. അപ്പം അസറ്റിന് ഞാൻ എൻട്രി എഴുതും, ഡിപ്രീസിയേഷൻ ടു PPE അല്ലെങ്കിൽ അസറ്റ് എത്ര എഴുതും, 50 രൂപ എഴുതും. ഗ്രാന്റ് ടു P&L എന്നും പറഞ്ഞ് എത്ര എഴുതും, 30 രൂപ എഴുതും. ഇത്ര ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പം എന്റെ അസറ്റ് എത്രയിലാണ് നിൽക്കുന്നത്, 450-ലും എന്റെ ഗ്രാന്റ് എത്രയിലാണ് ഇരിക്കുന്നത്, 370-ലുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അസറ്റ് 450-ഉം ഗ്രാന്റ് 370-ലുമാണ് ഇരിക്കുന്നത്. ഗവൺമെന്റ് എന്നോട് പറയുവാണ്, ഓക്കെ ഈ ഗ്രാന്റ് മൊത്തം തിരിച്ചടച്ചു, ഈ ഗ്രാന്റ് മൊത്തം തിരിച്ചടച്ചു, 300 രൂപ മൊത്തം തിരിച്ചടച്ചോളാണ് ഗവൺമെന്റ് എന്നോട് പറയുന്നത്. ഇയർ 1 എൻഡിലായി. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ബാങ്കിൽ നിന്ന് 300 രൂപ പോണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത് ഓൾറെഡി എവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, അസറ്റിലല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇത് അസറ്റിൽ തന്നെ റിവേഴ്സ് ചെയ്യണം. അതായത് അസറ്റിനെ ഞാൻ റെഡ്യൂസ് ചെയ്തായിരുന്നു ഇവിടെ. ഇവിടെ ഞാൻ അസറ്റിനെ, അയ്യോ ഇത് സോറി ഇത് ഗ്രോസ് ആയിപ്പോയി അല്ലെ. സോറി, നെറ്റ് മെത്തേഡ് എഴുതാം. ടു PP എന്നായിരിക്കും ഞാൻ എഴുതുന്നത്. സോറി എനിക്ക് മാറിപ്പോയാണ്. നെറ്റ് മെത്തേഡ് അല്ലേ. അപ്പം
ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പി പി എന്നായിരിക്കും ഞാൻ എഴുതുന്നത്. സോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലെ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോകുന്നത് 200 എന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ 20 ആയിരിക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയർ 1 ഗവൺമെന്റ് എന്നോട് ഗ്രാന്റ് തിരിച്ചു ചോദിച്ചാൽ എന്റെ ബാങ്കിൽ നിന്ന് 300 രൂപ പോകണം. അപ്പൊ ഞാൻ റിവേഴ്സ് ചെയ്ത അസറ്റിനെ, നേരത്തെ അസറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്തു, അതിപ്പോ റിവേഴ്സ് ചെയ്യണം. അതായത് അസറ്റിൽ തന്നെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക്. പക്ഷെ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് എത്രയേ ഉള്ളൂ? 20 ഉള്ളല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ഗ്രാന്റ് റെഡ്യൂസ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയായിരുന്നു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടിയിരുന്നത്? 50 ആയിരുന്നു. സോ എക്സസ് ഡിപ്രീസിയേഷൻ ഞാനിപ്പോ ചാർജ് ചെയ്യും. എങ്കിലേ അത് കറക്റ്റ് ട്രൂ വാല്യൂവിൽ എത്തത്തുള്ളൂ. ഒറ്റയടിക്ക് ചാർജ് ചെയ്യാം. അതല്ലേ എഴുതിയിരിക്കുന്നത്. ഇഫ് ദർ വാസ് നോ ഗ്രാന്റ് ഡെബിറ്റ് ഇമ്മീഡിയറ്റ്ലി ടു പി ആൻഡ്. അതാണ് എഴുതിയിരുന്നത്. ക്യുമുലേറ്റീവ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ദാറ്റ് വുഡ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഇൻ പി ആൻഡ് എൽ ടു ഡേറ്റ് ഇഫ് ദർ വാസ് നോ ഗ്രാന്റ് ഡെബിറ്റ് ഇമ്മീഡിയറ്റ്ലി ടു പി ആൻഡ്. അപ്പൊ ഇവിടെ ഞാൻ എൻട്രി എഴുതും. എന്താണ്? ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എന്താണ്? ഞാൻ ആക്ച്വലി 500 രൂപയായിരുന്നു അസറ്റ് എങ്കിൽ എത്രയായിരുന്നു ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എത്രയാ? 500 രൂപയായിരുന്നെങ്കിൽ എന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 50 ആണ്. പക്ഷെ ഞാനിപ്പോ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ എത്രയാണ്? 20 ആണ്. സോ ഞാൻ 30 കൂടി ചാർജ് ചെയ്യണം. സോ ഞാൻ എങ്ങനെ എൻട്രി എഴുതും? ഡിപ്രീസിയേഷൻ ടു പി പി 30. ആ ഡിപ്രീസിയേഷൻ കൂടി ചാർജ് ചെയ്യും. അത്രേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ ടു പി പി എഴുതും, പി പി ടു ബാങ്ക് എന്നുള്ള എൻട്രി എഴുതും. മനസ്സിലായോ? ഒന്നുമില്ല. ഗ്രാൻഡേ നമ്മൾ ഇട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ? ഇപ്പം ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ അതിനെ എത്തിക്കണം. ഓക്കെ. ഇതില് അസറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നും കടപ്പില്ല. ഭാഗ്യത്തിന് ഇന്റർ ലെവലിലുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബുക്കിൽ ക്വസ്റ്റ്യൻ ഒന്നും കടപ്പില്ല. എന്തായാലും ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകത്തിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ കിടപ്പുണ്ട്. അത് ഭയങ്കര സിമ്പിളാ. ഇത്രേ ഉള്ളൂ. എയ്തർ ഞാൻ ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എൽ കാണിച്ചു കാണും അല്ലെ? അൺകണ്ടീഷണൽ ഗ്രാൻഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പി ആൻഡ് എൽ കാണിച്ചു കാണും. അൺകണ്ടീഷണൽ ഗ്രാൻഡ് ആണെങ്കിൽ ഗവൺമെന്റ് പൈസ തിരിച്ചു ചോദിക്കത്തുമില്ല. അൺകണ്ടീഷണൽ ഗ്രാൻഡ് ആണെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്തിനാ തിരിച്ചു ചോദിക്കുന്നത്? കണ്ടീഷൻ വെക്കുമ്പോഴാണ് കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും. കണ്ടീഷണൽ ഗ്രാൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടാവും? ഡിഫേർഡ് ഗ്രാൻഡ് കാണിച്ചിട്ടുണ്ടാവും. കുറച്ച് നാൾ നമ്മൾ അമോർട്ടൈസ് ചെയ്ത് എത്തിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡേറ്റിൽ എന്റെ ഡിഫേർഡ് ഗ്രാൻഡിൽ എത്ര കിടക്കുന്നോ അത്രയും ഡിഫേർഡ് ഗ്രാൻഡിനെ ഡെബിറ്റ് ചെയ്യുക, ബാക്കി പി ആൻഡ് എല്ലിനെ ഡെബിറ്റ്. നമ്മൾ ഗ്രോസ് മെത്തേഡിൽ കണ്ട പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അസറ്റിന്റെ ഗ്രോസ് മെത്തേഡിൽ കണ്ട സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബുക്കിൽ കിടക്കുന്ന ഡിഫേർഡ് ഗ്രാൻഡ് എത്രയാണോ അത്രയും ഡെബിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് പൈസ പോവുക, ഡിഫറൻസ് പി ആൻഡ് എല്ലിൽ പോകും. ഓക്കെ ആണോ റോജ? ക്ലിയർ അല്ലേ? ഇത്രയും രണ്ട് കൺസെപ്റ്റ് കൊണ്ട് പഠിച്ച ചാപ്റ്റർ വരും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? ഗ്രാൻഡ് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ പി ആൻഡ് എൽ എങ്ങനെ കാണിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഡിഫേർഡ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം കാണും അല്ലെ? അതിന് ഞാൻ എങ്ങനെ കാണിക്കാം? ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുന്നത്. അതിൽ പക്ഷെ കറണ്ട് ലയബിലിറ്റിയും വരാം, നോൺ കറണ്ട് ലയബിലിറ്റിയും വരാം. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കാം. എന്തായാലും ഇത്ര ഓർക്കുക. ഓക്കെ. അടുത്തത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യുക? ഈ അമോർട്ടൈസ് ചെയ്ത് പോകുന്ന ഗ്രാൻഡോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഗ്രാൻഡോ ഒക്കെ കാണും അല്ലെ? ഇത് ഒരു ഇൻകം ആണ് എന്തായാലും അല്ലെ? അപ്പൊ ഇതിന് രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഗ്രാൻഡ് ലിങ്ക്ഡ് ടു അസറ്റ് ആണെങ്കിൽ ഇതിനെ അതർ ഇൻകത്തിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ, ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഗ്രാൻഡ് ലിങ്ക്ഡ് ടു ഇൻകം ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് തരുന്നുണ്ട്. എയ്തർ നമുക്ക് അതർ ഇൻകത്തിൽ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റഡ് എക്സ്പെൻസിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് നെറ്റ് എമൗണ്ട് എക്സ്പെൻസ് സൈഡിൽ കാണിക്കും. അതായത് ഗ്രാൻഡ് നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്ന 20 രൂപയാണ്. നമുക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു 30 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 രൂപ നെറ്റ് എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 രൂപ എക്സ്പെൻസും കാണിക്കാം, 20 രൂപ ഗ്രാൻഡും കാണിക്കാം ഇൻകം, അതർ ഇൻകത്തിൽ. അസറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഡിപ്രീസിയേഷൻ ആയിട്ടൊന്നും നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം, അതർ ഇൻകം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്രാൻഡ് കിടക്കണം. പ്രസന്റേഷൻ ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്ററിന്റെ തിയറി പോർഷൻ എല്ലാം കഴിഞ്ഞു.